അപസ്മാരത്തിന് ചികിത്സയില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനസമൂഹത്തിന് മുൻപിലേക്ക് അപസ്മാരത്തെ ശസ്ത്രക്രിയയിലൂടെ കീഴടക്കി ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് ആഹ്ലാദത്തോടുകൂടി തിരിച്ചു വന്ന ആളുകളെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്താന്ന് പോലും അറിയില്ല അസുഖം. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് അവിടെ അടുത്ത് തെയ്യുണ്ടായിരുന്നു, കണ്ണൂർ സ്ഥലം. അപ്പോൾ അത് കണ്ട് പേടിച്ചു പോയതാ ഋഷി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. പക്ഷേ അവിടെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഓപ്പറേഷൻ ചെയ്യുന്നത് മുരളി സാറാണ്. അപ്പം സാറ് പറഞ്ഞ പോലെ ബീച്ചിൽ കളിക്കാൻ എല്ലാ കുട്ടികൾക്കും അവകാശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ എൻ്റെ മോളും ഇപ്പം കംപ്ലീറ്റ്ലി കറക്റ്റ്, ഒന്നുമില്ല അവർക്ക് പ്രശ്നം. ഫുൾ ആക്റ്റീവാണ് എൻ്റെ മോള്. അപ്പം ഓക്കെ. അങ്ങുവാന കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ഈ ഫാമിലികളെയും അതിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും മറ്റു അനുബന്ധ സ്റ്റാഫുകളും എല്ലാം കൂടിയുള്ള ഒരു ഒത്തൊരുമയാണ് ഈ കിരണം. ഈ ഒരു 100ഓളം കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യമായത് തന്നെ വലിയ ഒരു കടമ്പയാണ്, വലിയൊരു അച്ചീവ്മെൻ്റാണ് നിങ്ങളും ഞങ്ങളും ഡോക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. ഇത് ബ്യൂട്ടിഫുൾ ആണ് ഇവരുടെ ഒരു അപ്രോച്ച്, എക്സലന്റ് അപ്രോച്ച്. നമുക്ക് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ ഒരു പ്രോസസ്സ് ഇനിയും ഏറെ ആളുകൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് കൊടുക്കാനൊന്നുമില്ല. 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ഈ അസുഖം പുറത്തു വന്നത്. +2 അറബി കോളേജിലാണ് പോയിരുന്നത്. അവിടെ പഠിക്കുമ്പോഴാണ് ഈ അസുഖം പുറത്തു വന്നത്. 10 മുതൽ 19 വരെ ഞാൻ മെഡിസിൻ തുടർന്നുകൊണ്ടേയിരുന്നു. 19 ഞാൻ ഒരു ഡോക്ടറെ കണ്ടെത്തി, ജേക്കബ് പാലപ്പാട്. ഇവിടെ വന്നു, EEG ടെസ്റ്റ് എടുത്തു. ഒരുപാട് തവണ അപസ്മാരം ഇളകി കണ്ടു. അവർ റൈറ്റ് സൈഡാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി. 2019 ഒക്ടോബർ 1 സർജറി ചെയ്തു. ഇപ്പോൾ 5 വർഷമായി പ്രയാസവുമില്ല. 2022 ജൂൺ 5 എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ കുട്ടിയും വൈഫും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ചെയ്ത 100 കേസുകൾ കൊണ്ട് കൂടുതൽ ഗുണമേ ആ രോഗികൾക്കും ആ രോഗികളുടെ ഫാമിലീസിനും ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് ഈ നിൽക്കുന്ന ആൾക്കാർ. വൈഫിന് എൻ്റെ ആദ്യത്തെ കുട്ടി പ്രസവിച്ചിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴാണ് ഈ അസുഖം കാണുന്നത്. 2 ദിവസങ്ങൾ നമ്മുടെ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ വെച്ച് സർജറി കഴിഞ്ഞു. ഇപ്പോൾ 4 വർഷത്തോളമായി. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ അസുഖം ഇതുവരെ കണ്ടിട്ടില്ല. അതിന് ശേഷം മുരളി സാറാണ്, സാറും കൂടിയാണ് സർജറി ചെയ്തത്. അൽഹംദുലില്ലാ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. 5 മാസമായി പോന് കഴിഞ്ഞിട്ട്. മകൾ ഡെലിവറി കഴിഞ്ഞ സമയത്താണ്, ഡെലിവറി കഴിഞ്ഞ 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് അപസ്മാരമായിട്ട് കണ്ടത്. മിംസിൽ അബ്ദുറഹ്മാൻ ഡോക്ടറെ അടുത്ത് വന്ന് കാണിക്കുകയും ജേക്കബ് സാറിനെ കാണാൻ വേണ്ടി പറഞ്ഞു. കണ്ടപ്പോൾ ജേക്കബ് സാർ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അതിനുശേഷം മകൾക്ക് ഗർഭിണിയാവുകയും ഒരു ടീൻസിനെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി ഇതാണ്, ഒരു കുട്ടി അവിടെ ഉണ്ട്. 7ാം വയസ്സിൽ തുടങ്ങിയത്. ഞാൻ കുറേ മംഗളൂരു ഹോസ്പിറ്റൽ എല്ലാ സ്ഥലത്തും കാണിച്ചിട്ട് ശരിക്കും സ്കൂൾ വരെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടായത്. അതിനുശേഷമാണ് നമ്മൾ ഈ സാറിന് ഞാൻ കാസർഗോഡ് കാണുന്നത്. അവർ ഇവിടത്തേക്ക് വീണ്ടും അയച്ച് ഇവിടെ എല്ലാ ടെസ്റ്റ് ചെയ്തെല്ലാം കാര്യമെല്ലാം ചെയ്ത് 1 വർഷം 4 മാസത്തോളമായി. ഒരു ബുദ്ധിമുട്ടുമില്ല. ദിവസം വീണിട്ട് മുറിയാവും, ദിവസം ആശ്രയി കൊണ്ടുപോകണം. അങ്ങനെയായിരുന്നു. ഞങ്ങളെ ദൈവം തിരിച്ചു തന്നാണ് ഞങ്ങളുടെ മോനെ. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഒന്നര വർഷം, 1 വർഷം 8 മാസമായി. ഇപ്പം മിക്സൊന്നും വരുന്നില്ല.